കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി കൃഷ്ണയോട് പറയണേണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞങ്ങൾ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും അവിടെ നിർത്തിയതുമൊക്കെ. കളരിക്കലെ ശാപമോക്ഷം മാറ്റാനായിട്ട് മനസ്സ് പൂർണ്ണമായി അർപ്പിച്ച് പൂജ ചെയ്ത് എല്ലാ ശാപവും തീർത്തു തന്നത് എൻ്റെ കൃഷ്ണമോള് തന്നെയാണ്. അത് ഈ മുത്തശ്ശിക്ക് എല്ലാം വ്യക്തമായിട്ടറിയാം. എന്നിട്ടും പെട്ടെന്നൊരു ദിവസം ഞങ്ങളോടൊന്നും ഒരു വാക്കുപോലും പറയാതെ മോൾ എന്തിനാ പോയി കളഞ്ഞത്? അന്നേരം കൃഷ്ണ പറയണേണ്, മുത്തശ്ശി പറഞ്ഞല്ലോ മുത്തശ്ശിക്ക് എല്ലാം അറിയാമെന്ന്, അപ്പോൾ അതിൻ്റെ കാരണം അറിയില്ലേ? സിതാര മാഡത്തിന് ഞാൻ കൊടുത്ത വാക്ക് വെറും ഒരു വാടകക്കാർ മാത്രമായിരുന്നു ഞാൻ. എൻ്റെ ജോലി ചെയ്തു തീർത്തപ്പോൾ എനിക്ക് പോകേണ്ടതല്ലേ? ആരെ അറിയിക്കാതെ അവിടെ നിന്ന് പോരണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ മുത്തശ്ശി അച്ഛനൊക്കെ സത്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. എന്താണെങ്കിലും ഇനി അങ്ങോട്ടേക്കൊരു തിരിച്ചു വരവ് എനിക്കില്ല. നവീൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ അർഹതയുള്ളത് ഗാഥക്കാണ്. അവർ തമ്മിൽ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതുമെല്ലാം. അന്നേരം മുത്തശ്ശി പറയണേ, മോളോട് ആര് പറഞ്ഞു നവീന് ഒരിക്കലും ഗാഥയ്ക്കൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല? നവീൻ്റെ മനസ്സിലുള്ളത് നീ തന്നെയാ. ദൈവം യോജിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരുമാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമേ ജീവിക്കാൻ പറ്റൂ. നവീനും ഗാഥയ്ക്കും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മോളെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കളരിക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് മുത്തശ്ശി വന്നത്. മോളെ മുത്തശ്ശിയുടെ കൂടെ വരണം. അന്നേരം കൃഷ്ണ പറയണേ, ഇല്ല മുത്തശ്ശി, എനിക്ക് വരാൻ പറ്റില്ല. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ലാതെ മുമ്പിൽ നിന്ന സമയത്ത് എൻ്റെ മുന്നിലേക്ക് ദൈവത്തെ പോലെ വന്നത് സിതാര മാഡമാണ്. മാഡം എനിക്ക് ആവശ്യമായിട്ടുള്ള പണമെല്ലാം തന്നു. പകരം മാഡത്തിൻ്റെ മോൾക്ക് വേണ്ടി ഈ ഒരു കാര്യം ചെയ്യണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുള്ളൂ. അത് ചെയ്ത് ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി. നിങ്ങളെല്ലാവരെയും അടുത്തറിഞ്ഞപ്പോൾ എനിക്കും ഒത്തിരി ഇഷ്ടമായി. പക്ഷേ എനിക്ക് പോയല്ലേ പറ്റൂ. ഞാൻ വെറും ഒരു വാടകക്കാർ മാത്രമാണ്. നവീനും ഗാഥയും തമ്മിലാണ് ഇഷ്ടപ്പെട്ടത്. അവരുടെ സ്നേഹം സത്യസന്ധമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ വേണം ഒന്നിച്ച് ജീവിക്കാൻ. ഒരിക്കലും ഞാൻ ഗാഥയുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയായിട്ട് വരില്ല. ഈ സമയം മുത്തശ്ശി കൃഷ്ണയോട് പറയുന്നുണ്ട്, മോൾക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ മോൾ നവീനെ സ്നേഹിച്ചിട്ടില്ല എന്ന്? അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, നവീൻ എനിക്കിഷ്ടമാണ്. നവീൻ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, എന്നോട് നല്ലപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാമുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ഗാഥയാണെന്ന് നവീൻ വിചാരിച്ചത് കൊണ്ട് മാത്രം. ഗാഥയ്ക്ക് കിട്ടേണ്ട സ്നേഹമാണ് കുറച്ചെങ്കിലും ആയിട്ട് നവീനിലൂടെ എനിക്ക് കിട്ടിയത്. സത്യത്തിൽ അതെനിക്ക് അർഹതപ്പെട്ട സ്നേഹമല്ല. മാത്രമല്ല ഒരിക്കലും സിത്താര മാഡത്തോട് നന്ദികേട് കാണിക്കാൻ എനിക്കൊണ്ട് ആവുകയില്ല. ഈ സമയം മുത്തശ്ശി പറയണേ, മോള് പറഞ്ഞല്ലോ അത് മോൾക്ക് അർഹതപ്പെട്ട സ്നേഹമല്ല എന്ന്. അത് മോളുടെ തോന്നൽ മാത്രമാണ്. നവി സ്നേഹിച്ചത് നിന്നെയാണ്. നവീൻ്റെ മനസ്സ് കീഴടക്കിയത് നിൻ്റെ ഈ നന്മയുള്ള സ്വഭാവം മാത്രമാണ്. ഇപ്പം മോൾക്ക് അത് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പതിയെ മോളും അത് മനസ്സിലാക്കും. സത്യം മോളും തിരിച്ചറിയും. നവീൻ മോളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് നീ തിരിച്ചറിയുന്നൊരു ദിവസം വരും. അന്ന് മോള് എൻ്റെ ഒപ്പം കളരിക്കിലേക്ക് വരും. അതിനുവേണ്ടി ഈ മുത്തശ്ശി കാത്തിരുന്നോളാം. അങ്ങനെ പറഞ്ഞ് പോകാൻ തുടങ്ങുമായിരിക്കും. പെട്ടെന്ന് മുത്തശ്ശി തിരിഞ്ഞ് കൃഷ്ണയോട് പറയണേ, പിന്നെ മോളെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. സത്യത്തിൽ കൃഷ്ണയും ഗാഥയും സിതാര പ്രസവിച്ച മക്കളാണോ അതോ തങ്കം പ്രസവിച്ച മക്കളാണോ? അന്നേരം കൃഷ്ണ ചോദിക്കണേ, അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത്? ഗാഥ സിതാര മാഡത്തിൻ്റെ മകളും ഞാൻ എൻ്റെ അമ്മയുടെ മകളുമാണ്. ഞങ്ങളുടെ രണ്ടാളുടെ അമ്മമാർ വേറേതാ. അന്നേരം മുത്തശ്ശി പറയണേ, ശരി അമ്മമാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ മുത്തശ്ശിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ മോളോട് പറയാം. നിങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛൻ ഒരാളാണ്. ഗാഥയുടെ അച്ഛൻ തന്നെയാണ് മോളുടെയും അച്ഛൻ. നിങ്ങൾ രണ്ടുപേരും ഒരച്ഛനും ഒരമ്മക്കും ജനിച്ച മക്കളാണ്. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. മുത്തശ്ശിയുടെ ഈ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിത്തെറിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയം കാറ് പോകുന്ന വെച്ച് കേട്ട് തങ്കം പെട്ടെന്ന് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അങ്ങനെ തങ്കം പുറത്തേക്ക് വരുമ്പോൾ കൃഷ്ണ അകത്തേക്ക് വരുന്നതാണ് കേട്ടോ കാണുന്നത്. ഈ സമയം തങ്കം ചോദിക്കണേ, മോളെ നീ കാറിലാണോ വന്നത്? ഒരു കാറ് പോകുന്ന വെച്ച് കേട്ടു, അതാ ചോദിച്ചത്. അന്നേരം കൃഷ്ണ ചോദിക്കണേ, അമ്മയോട് എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ നിനക്ക് പറ്റിയത്? അന്നേരം കൃഷ്ണ പറയണേ, ആദ്യം അമ്മ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവാ, ആരാ എൻ്റെ അച്ഛൻ? കൃഷ്ണയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ തങ്കം ഒന്ന് ഞെട്ടിത്തിരിച്ച് നിൽക്കുക. മോളെ നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അമ്മ ഇതിന്ന് ഒഴിഞ്ഞു മാറാനൊന്നും ശ്രമിക്കേണ്ട. ഒരു മകളെന്ന നിലയിൽ എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ ചോദിച്ചത്. കുഞ്ഞുനാളിലും പലതവണ ഞാൻ ചോദിച്ചു. അന്നൊന്നും അമ്മ എന്നോട് പറഞ്ഞില്ല. അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്യേണ്ടെന്ന് കരുതി പലതവണ ഞാൻ ഈ ചോദ്യം ഒഴിവാക്കിയതാണ്. പക്ഷേ ഇനി എനിക്ക് സത്യം അറിഞ്ഞാൽ പറ്റൂ. എൻ്റെ അച്ഛൻ ആരാണ്? ദേ കൃഷ്ണേ, നീ മിണ്ടാതൊന്ന് പോകുന്നുണ്ടോ? ഈ സമയം ഗോപാലനും തിരിച്ചെത്തുവാണ് കേട്ടോ. അന്നേരം തങ്കത്തിനോട് കൃഷ്ണ ചോദിക്കണേ, എന്നാൽ ഈ കാര്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഗാഥയുടെ അച്ഛൻ തന്നെയാണോ എൻ്റെ അച്ഛൻ? ആ ചോദ്യത്തിന് മുമ്പിൽ തങ്കം ഇല്ലാണ്ടായി പോകുവാണ്. തങ്കം ചോദിക്കണേ, നിന്നോട് ആരാ ഈ കള്ളമൊക്കെ പറഞ്ഞത്? ഈ ഗോപാലനാണോ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതാരോ ആയിക്കോട്ടെ, അമ്മ സത്യം തുറന്നു പറ. ഗാഥയുടെ അച്ഛൻ തന്നെയാണോ എൻ്റെ അച്ഛൻ? ഗാഥയും ഞാനും ഒരച്ഛൻ്റെ മക്കളാണോ? ഈ സമയം തങ്കം പൊട്ടിത്തെറിക്കണേ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ മനസ്സ് കീറി മുറിക്കാനാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ ജീവൻ തിരികെ തന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് എൻ്റെ ജീവൻ തിരികെ തരണ്ടായിരുന്നു. ഞാനങ്ങ് മരിച്ചു പോയാൽ മതിയായിരുന്നു. എനിക്കിതിനോട് ഒന്നും പറയാനില്ല. അങ്ങനെ പറഞ്ഞ് തങ്കം അകത്തേക്ക് കയറി പോകുവാണ്ടോ സങ്കടത്തോടെ.
ഈ സമയം ഗോപാലൻ കൃഷ്ണയോട് പറയണേ, മോളെ നിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം അത് നീയും അറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ തങ്കം അത് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമല്ലോ. തങ്കം ഇത്രയും പൊട്ടിത്തെറിക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യം പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, പറയാൻ തങ്കം ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അത് തങ്കത്തിൻ്റെ ജീവൻ ഓർത്തിട്ടായിരിക്കില്ല, നിൻ്റെ ജീവനെക്കുറിച്ച് ഓർത്ത് മാത്രമായിരിക്കും. ഇക്കാര്യം തങ്കത്തോട് ഞാനും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം തങ്കം ഇതുപോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നീട് ആ ചോദ്യം ഞാൻ നിർത്തി. മോളെന്താണെങ്കിൽ സമാധാനമായിട്ടിരിക്കുക. നീ അറിയേണ്ട കാര്യമാണെങ്കിൽ ഒരു ദിവസം നീ അറിയുക തന്നെ ചെയ്യും. സമയമാകുമ്പോൾ തങ്കം തന്നെ നിന്നോട് ആ കാര്യം വെളിപ്പെടുത്തും. അതുവരെ നീ കാത്തിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൃഷ്ണയെ സമാധാനിപ്പിക്കുവാണ്ടോ ഗോപാലൻ. ഈ സമയം തങ്കമാണെങ്കിൽ റൂമിലെത്തി ടെൻഷനോട് കൂടി തൻ്റെ പഴയ ബാഗ് എടുക്കുവാണ്. അതിൽ ഗാഥയുടെ അച്ഛനും സിത്താരയും തങ്കവും കൂടി ഒന്നിച്ച് നിന്നെടുത്തൊരു ഫോട്ടോ ഉണ്ടാകും കേട്ടോ. അതിലേക്ക് നോക്കി തങ്ക സങ്കടത്തോട് പറയാനേ, പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയതല്ലേ, എന്നിട്ട് എത്രയോ വർഷങ്ങളായിപ്പോൾ. മോളിൽ നിന്നോട് അച്ഛനെക്കുറിച്ച് ചോദിച്ചു. എന്താ ഞാൻ പറയേണ്ടത്? എന്ത് മറുപടിയാണ് അവളുടെ ചോദ്യത്തിന് മുമ്പിൽ കൊടുക്കുക? ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല, വലിയ കുട്ടിയായി. അതുകൊണ്ട് തന്നെ അച്ഛനെക്കുറിച്ച് ചോദിക്കാനും അറിയാനുള്ള അവകാശമൊക്കെ അവൾക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം അറിയോ? കൃഷ്ണമോളുടെ വിവാഹം കഴിഞ്ഞു. ആരാ അവളുടെ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുത്തതെന്നറിയോ? സിത്താര മാഡം. അങ്ങനെ പറഞ്ഞ് ആ ഫോട്ടോയിൽ നോക്കി സങ്കടത്തോടെ ഇരിക്കുവാണ് കേട്ടോ തങ്കം. പിന്നീട് കാണിക്കുന്നത് ഗാഥയുടെ അരികിലേക്ക് എത്തുന്ന സിത്താരേനെയാണ്. സിത്താര ചോദിക്കണേ, ആരായിരുന്നു വിളിച്ചത്? നവീനാണോ വിളിച്ചത്? എന്നിട്ട് നമ്മൾ ഫോൺ എടുക്കാഞ്ഞത്? എനിക്കെന്തെടുക്കാൻ തോന്നിയില്ല. മോളെ, നിങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ വഴക്കുകൾ അത് നീയായിട്ടിങ്ങനെ വലുതാക്കി കൊണ്ട് പോകല്ലേ. ഇത്തരം ചെറിയ കാര്യത്തിന് നമ്മൾ പെണ്ണുങ്ങൾ ആണുങ്ങളായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കും. ആണുങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. പക്ഷെ നമ്മൾ വാശി വിട്ടു കൊടുക്കില്ല. ആ വാശി മൂലം അവർക്കുണ്ടാകുന്ന സങ്കടവും മടുപ്പുമൊക്കെ അവരുടെ മനസ്സിനെ മാറ്റിയിരിക്കും. നമ്മുടെ അത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് മറ്റു പുതിയ ആൾക്കാർ വരും. മോളുടെ ഈ പെരുമാറ്റവും വാശിയൊക്കെ എത്തിക്കാൻ പോകുന്നത് മോളുടെ ജീവിതത്തിൻ്റെ തകർച്ച തന്നെയായിരിക്കും. നവീൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ അത് മോൾക്ക് സഹിക്കാൻ പറ്റുമോ? ഗാഥയുടെ വാക്കുകൾക്ക് മുമ്പിൽ മനസ്സൊക്കെ മാറ്റി ചിന്തിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് എങ്ങോട്ടൊക്കെ പോകാൻ റെഡിയായിട്ട് ഇറങ്ങുന്ന നവീൻ താഴത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച താഴെ സോഫയിലിരിക്കുന്ന ഗാഥേനെയാണ് കേട്ടോ. ഗാഥനെ കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് നവീൻ. ഗാഥ, താൻ ഇവിടെ? എന്താ, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? സത്യം പറഞ്ഞാൽ അകന്നിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ഞാൻ എൻ്റെ നവീനെ സ്നേഹിക്കുന്നതെന്ന്. നവീനെ കാണാതെ കുറച്ച് നേരം പോലും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതെയായി. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നതും. അല്ല, നവീനിന്ന് എങ്ങോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു? സത്യം പറയാലോ കഥ, എങ്ങോട്ടാണെന്ന് എനിക്ക് പോലും അറിയില്ല. വണ്ടി ഓടിച്ച് എങ്ങോട്ടെങ്കിലും പോകണം, കുറച്ച് സമാധാനം കിട്ടുന്ന എവിടെയെങ്കിലും പോയി മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി സ്വസ്ഥമായിട്ടിരിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്താൽ പോയത്. സത്യം പറയാലോ, തന്നെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. നവീൻ ഇനി പുറത്തേക്ക് പോകണമെങ്കിൽ പൊക്കോ. എന്തിന്? എനിക്ക് മനസ്സമാധാനം തരേണ്ട ആൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഇനി പുറത്തേക്ക് പോകുന്നത്? നവീൻ, ഒരു കാര്യം പറയാം, എനിക്ക് ഇവിടെ താമസിക്കാനുള്ള പേടിയും ഭയവും ഒന്നും മാറിയിട്ടില്ല. എൻ്റെ മനസ്സിലെ ടെൻഷനും മാറിയിട്ടില്ല. പക്ഷേ എൻ്റെ നവീന് വേണ്ടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. അന്നേരം നവീൻ പറയണേ, എടോ, തൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാവും. ചെറിയ പിണക്കങ്ങളുണ്ടെങ്കിലും വഴക്കുകളുണ്ടെങ്കിലും താൻ ഇവിടെ തന്നെ ഉണ്ടായാൽ മാത്രം മതി. മമ്മിയുടെ അരികിലേക്ക് ഓടിപ്പോകാതിരുന്നാൽ മതി. ഈ സമയം ഗാഥ പറയണേ, അതിന് മമ്മി എന്നെ അങ്ങോട്ടേക്ക് കയറ്റിയിട്ട് വേണ്ടേ? ഇപ്പം തന്നെ ഞാനവിടെ വന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞ് കാണിച്ച് വെപ്രാളമൊക്കെ കണ്ട് മമ്മി പറഞ്ഞതാ, ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് നവീൻ്റെ ഒപ്പം അല്ലാതെ വന്നു പോരുതെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ സിത്താര മാഡത്തിന് നല്ല കാര്യബോധമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ പ്ലാൻ? ഇത് തന്നെ എന്നും പറഞ്ഞ് ഗാഥ ചെന്ന് നവീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടാളും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ഈ കാഴ്ച കൊണ്ടായിരിക്കട്ടോ ഉദയൻ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഉദയൻ അവരുടെ അരികിലെത്തി ചുമക്കുക. ഇപ്പോൾ വന്ന് കുട്ടികൾക്കൊന്നും സ്ഥലവും കാലവും ബോധവും ഒന്നും ഇല്ലാണ്ടായി. ഇവിടെ ബാക്കിയുള്ളവരുമൊക്കെ ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്നിട്ട് നവീൻ്റെ ചെവിയിൽ പോയി പറയണേ, അതെ, മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥ ഗാഥയാണോ എന്ന് അറിഞ്ഞിട്ട് മതി കെട്ടിപ്പിടിക്കലും ഉമ്മോക്കലും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഉദയൻ അവിടെ നിന്ന് പോകുക. ഈ സമയം നവീൻ പറയണേ, അതെ, ഇനിയും ഇവിടെ നിൽക്കണ്ട, നമുക്ക് റൂമിലേക്ക് പോകാം. അങ്ങനെ പറഞ്ഞാൽ ഗാഥയും കുട്ടി റൂമിലേക്ക് പോകുകയാണ്. പിന്നീട് മുത്തശ്ശിയും നന്ദനും കൂടി സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. മുത്തശ്ശി പറയണേ, ഇന്ന് തന്നെ കൃഷ്ണമോളെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അവൾക്ക് പറയാനുള്ളത് കടപ്പാടുകളുടെ കണക്കുകളും മറ്റുമൊക്കെയാണ്. എന്താണെങ്കിലും ഞാൻ ഗാഥയും കൃഷ്ണയും ഒരേ അച്ഛൻ്റെ മക്കളാണെന്നുള്ള കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൃഷ്ണ അന്വേഷിക്കുമായിരിക്കും. അവൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരിക്കും. അവൾക്കൊരു അച്ഛനുണ്ടെന്നുള്ള കാര്യം അവൾക്കിപ്പോൾ ഉറപ്പായല്ലോ. അതവൾക്ക് ചെറിയൊരു ബലം നൽകും. ഈ സമയം നന്ദൻ പറയണേ, എനിക്ക് നവീൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം. വിവാഹത്തിന് മുമ്പ് എത്ര ഊർജ്ജസ്വലനായിരുന്നു അവൻ. ബിസിനസ് കാര്യങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലുള്ളത്. നമ്മളെല്ലാവരും കൂടി പറഞ്ഞ് നിർബന്ധിച്ച് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അവൻ്റെ ആ സന്തോഷവും
ചിരിയും എല്ലാം അങ്ങ് മാഞ്ഞതുപോലെ. എപ്പോഴാണ് അമ്മ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക? എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് വെച്ചാൽ അതിനും പറ്റാത്ത അവസ്ഥയല്ലേ? അന്നേരം മുത്തശ്ശി പറയണേ, അതെ, കൃഷ്ണമോളുടെ സമ്മതം ഉണ്ടായിരുന്നെങ്കിൽ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാലിപ്പോൾ അവളും നമ്മുടെ ഭാഗത്തില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ നവീന സത്യങ്ങൾ അറിയിച്ചാലും അത് കൃഷ്ണയുടെ പെരുമാറ്റം ഇങ്ങനെയാണെന്നറിയുമ്പോൾ അവൻ കൂടുതൽ തകർന്നു പോവുകയല്ലേ ഉള്ളൂ. നമുക്ക് കൃഷ്ണക്ക് കുറച്ച് സമയം കൂടി കൊടുക്കാം. അവളുടെ മനസ്സ് മാറണം. അതെന്താണെങ്കിലും മാറുക തന്നെ ചെയ്യും. അവളുടെ ഉള്ളിൽ മുഴുവൻ നവീനോടുള്ള ഇഷ്ടമുണ്ട്. കടപ്പാടിൻ്റെ പേരിലാണ് അവളിത് മറച്ചു വെക്കുന്നത്. ഒരു ദിവസം അവളെ തടഞ്ഞു വെക്കുന്ന എല്ലാത്തിനെയും ഭേദിച്ച് അവളുടെ ഇഷ്ടം പുറത്ത് പറയുക തന്നെ ചെയ്യും. ആ ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പ്രമോയിൽ കാണിക്കുന്നത് നവീനും ഗാഥയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ല നവീൻ മുമ്പുണ്ടായിരുന്ന ഗാഥയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതാണ്. മുമ്പുണ്ടായിരുന്ന ഗാഥയുടെ സ്വഭാവം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സിത്താര പറയണേണ്, ഇത്രയും കാലം കൂടെ നിന്നിരുന്നൊരു ഗാഥയുണ്ടല്ലോ, അത് ആ കൃഷ്ണയുടെ സ്നേഹത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഒക്കെയാണ്. അവളുടെ ആ സ്നേഹവും പെരുമാറ്റവും ഒക്കെ എല്ലാവരെയും പെട്ടെന്ന് ആകർഷിക്കുന്നതാണ്. അതെല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് കയറും. ഒരാശ്വാസത്തിനായി മമ്മിയെ വിളിച്ചപ്പോൾ മമ്മി മോളെക്കുറിച്ച് പുകഴ്ത്തി പറയുവാണോ? എനിക്കിതൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ ഗാഥ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്